ഞങ്ങളെ ദൈവം പറയുന്ന പോലെ ഞാൻ ആ പേര് പറയുന്നില്ല, ആ പേര് ഞാൻ പറയില്ല. എനിക്ക് ജീവിക്കണമല്ലോ, അതുകൊണ്ടാണ്. ഭയന്നിട്ടാണ്, അല്ലാതെ ആദരവ് കൊണ്ടല്ല. കുറച്ചുകൂടി ആൾക്കാർ അധികം വെറുക്കും നിങ്ങളുടെ ഈ പറയുന്ന വീണെടുത്ത് കിടന്ന് ഉരുളുന്ന ഈ പരിപാടിയെ. നിങ്ങൾ ഭീകരവാദത്തെ തള്ളി പറയാത്തടത്തോളം ഒറ്റ മനുഷ്യനും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഒരു മനുഷ്യന്റെയും സ്നേഹം നിങ്ങൾക്ക് ലഭിക്കില്ല. 4 പേരെടുത്ത് പൊട്ടിത്തെറിക്കുന്നതിൽ നിങ്ങളുടെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കും തോറും വെറുപ്പിന്റെ ആ ശതമാനം കൂടിക്കൊണ്ടിരിക്കും. ആളുകൾ നിങ്ങളെ ഭയന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയല്ല മനുഷ്യരോടൊപ്പം ജീവിക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കേട്ടില്ലേ ചേച്ചിയുടെ സാരസമ്പൂർണമായ ഉപദേശം? ഇങ്ങനെയല്ല മുസ്ലിങ്ങളെ നിങ്ങൾ മനുഷ്യരോടൊപ്പം ജീവിക്കേണ്ടത്. നിങ്ങളിങ്ങനെ കൃത്യമായി 5 നേരം നിസ്കരിച്ച് നോമ്പെടുത്ത് കൃത്യമായ മതം ഫോളോ ചെയ്തുകൊണ്ടല്ല നിങ്ങൾ ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടത്. നിങ്ങൾ ഹിന്ദുക്കളിലേക്ക് നോക്കൂ. അവരാരെങ്കിലും കൃത്യമായ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ടോ? സത്രം പോലെ തോന്നുമ്പോൾ പോകുക, തോന്നുമ്പോൾ വരിക, ഈ രീതിയിലല്ലേ അവർ ക്ഷേത്രങ്ങളെ കാണുന്നത്. ക്രൈസ്തവരെ എടുത്തു നോക്കൂ. അവരിൽ ഭൂരിഭാഗം ആളുകളും ഞായറാഴ്ചകളിൽ മാത്രമല്ലേ പള്ളികളിൽ പോവുക. പിന്നെ എന്തിനാണ് മുസ്ലിങ്ങളെ നിങ്ങൾ മാത്രം ഇങ്ങനെ കൃത്യമായി മതം ഫോളോ ചെയ്ത് ആത്മീയമായ അന്തരീക്ഷത്തിൽ ജീവിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ്? ഇതാണ് ചേച്ചിയുടെ പ്രസക്തമായ ചോദ്യങ്ങൾ. ഞാൻ എന്റെ പല വീഡിയോസുകളിലും പറഞ്ഞൊരു കാര്യമുണ്ട്. മുസ്ലിം വെറുപ്പുൽപാദകരെ സംബന്ധിച്ചിടത്തോളം അവരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മുസ്ലിങ്ങളുടെ ആത്മീയമായ ജീവിതമാണ്, അച്ചടക്കമുള്ള മതജീവിതമാണ്. അതൊരു കാലത്തും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അവർക്കെല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ മുസ്ലിങ്ങളെ സാമ്പത്തികമായും സാമൂഹികമായും തകർത്താലും മതപരമായി വിശ്വാസപരമായി അവരെ തകർക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളികളാണ്. അതുകൊണ്ടാണ് അവർ നിരന്തരം മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ പരിഹസിക്കുന്നത്. പിന്നീട് ചേച്ചി പറഞ്ഞത് ചേച്ചിക്ക് വല്ലാത്ത ഭയമാണ്, ചിലപ്പം തന്റെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് മുസ്ലിങ്ങളുടെ ദൈവത്തിന്റെ പേര് പറയാൻ പോലും ഭയമാണ് എന്ന് ചേച്ചി പറയുന്നു. ചേച്ചിക്ക് കൊടിഞ്ഞി ഫൈസലിനെ അറിയുമോ? ഹൈന്ദവ മതം ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ പേര് പറയുകയും അള്ളാഹുവിന്റെ മതത്തിൽ വിശ്വസിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് ആ ചെറുപ്പക്കാരനെ തുണ്ടമായി വെട്ടിനുറുക്കി RSSകാർ കൊന്നുകളഞ്ഞത്. ചേച്ചിക്ക് കാസർഗോഡുകാരനായ റിയാസ് മൗലവിയെ അറിയോ? അദ്ദേഹം അള്ളാഹുവിൽ വിശ്വസിച്ചതുകൊണ്ടാണ്, അള്ളാഹുവിന്റെ പേര് നിരന്തരം പറഞ്ഞതുകൊണ്ടാണ് പള്ളിയിൽ കിടന്നുറങ്ങായിരുന്ന അദ്ദേഹത്തെ RSSകാർ വെട്ടിക്കൊലപ്പെടുത്തിയത്. ചേച്ചിക്ക് കൊല്ലം ജില്ലയിലെ തേവലക്കരയുള്ള അലവിക്കുഞ്ഞു മൗലവി അറിയോ? ഒരുപക്ഷെ ചേച്ചിയും ചേച്ചിയുടെ മാതാപിതാക്കളുമൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിൽ വിശ്വസിച്ചതുകൊണ്ടും ആ പേര് പറഞ്ഞതുകൊണ്ടും RSSകാരാൽ ജീവൻ നഷ്ടപ്പെട്ട ആളാണ് തേവലക്കര അലവിക്കുഞ്ഞു മൗലവി. ചരിത്രം പഠിക്കണം ചേച്ചി, അതും സത്യസന്ധമായ സോഴ്സിൽ നിന്ന് തന്നെ ചരിത്രം പഠിക്കണം. അല്ലാതെ കാവിപ്പട മോദിപ്പട പോലെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും കിട്ടുന്നത് തൊള്ള തൊടാതെ അതുപോലെ തന്നെ വിഴുങ്ങുകയല്ല ചെയ്യേണ്ടത്. പിന്നീട് ചേച്ചി എന്താണ് പറഞ്ഞത്? മുസ്ലിങ്ങൾക്ക് ഇവിടുത്തെ മനുഷ്യരുടെ സ്നേഹം കിട്ടില്ലെന്നോ? ആരാണ് ആ മനുഷ്യർ? താങ്കളെ പോലെയുള്ളവരല്ലേ? നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് വേണ്ട. മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന, മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളെ പരിഹസിക്കുന്ന നിങ്ങളുടെ സ്നേഹം ഇവിടെ ആർക്ക് വേണം? മതവൈര്യത്തിന്റെ വെറുപ്പിന്റെ മായവും വിഷവും കലർന്ന നിങ്ങളുടെ ആ സ്നേഹം ഇവിടെ ആർക്കും ആവശ്യമില്ല. അത്യാവശ്യം വിദ്യാഭ്യാസവും ആരോഗ്യവും ഉണ്ടായിട്ടും ഒരു പണിക്കും പോകാതെ അപരമത വിദ്വേഷവും മുസ്ലിം വെറുപ്പും ഉപജീവന മാർഗമാക്കി മാറ്റിയ താങ്കളെ പോലെയുള്ളവരെ നാടും നാട്ടുകാരും തിരിച്ചറിയാൻ ഇനി അധിക കാലമില്ല. അതുവരെ നിങ്ങളെപ്പോലെയുള്ള ക്ഷുദ്രജീവികളെ, സാമൂഹ്യ വിരുദ്ധരെ ഞങ്ങൾ ശക്തമായി തുറന്നു കാണിക്കുക തന്നെ ചെയ്യും.